ഈ PSCയും അതുപോലെ SLC ബുക്കിലും ഒക്കെ ജാതി എഴുതി വയ്ക്കുകയും ആ ജാതി എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോവുകയും കുട്ടിക്ക് പേരിടുന്ന നാൾ മുതൽ ജാതി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്ത്യാനിയുടെ മക്കൾക്ക് ക്രിസ്ത്യൻ പേര്, മുസ്ലിങ്ങൾ കുട്ടികളുടെ മക്കൾക്ക് മുസ്ലിം. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്, കൊച്ചു കൊച്ചു പേരുകളിലൊക്കെ മാറിയപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. അത് എന്ത് ജാതി എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ജാതി എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദളിത് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് സമ്പൂർണ്ണമായിട്ടും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെ അങ്ങോട്ട് തെറി പറയും. തെറിയൊക്കെ നന്നായിട്ട് പറഞ്ഞതിന് ശേഷം, അത് വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ കാണുകയാണ്, പറഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു മെരിറ്റ് എടുക്കുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ ദളിതരാണ്, ഞാൻ ദളിതനാണ് എന്ന് പറഞ്ഞൊരു മെരിറ്റ് അടിക്കൽ പരിപാടിയുണ്ട്. ആ മെരിറ്റ് അടിക്കൽ പരിപാടി വേണ്ട. വേടൻ എന്ന ദളിതനെ അല്ല ആളുകൾക്ക് ഇഷ്ടം, വേടൻ്റെ പാട്ടാണ്. ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വേടൻ്റെ പാട്ടാണ് അംഗീകരിക്കുന്നത്. മാളവികയുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ആ കഴിവാണ് അംഗീകരിക്കുന്നത്, അല്ലാതെ ദളിത് എന്നുള്ള നിലയിലോ നായർ എന്നുള്ള നിലയിലോ നമ്പൂതിരി എന്നുള്ള നിലയിലോ അല്ല. അതുകൊണ്ട് ജാതി എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് കുറേശ്ശെ മാറുകയുള്ളൂ. ഒരു നാൾ കൊണ്ട് അങ്ങനെ മാറുന്നൊരു വിശ്വമല്ല. കാരണം അത് വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളുണ്ടല്ലോ, കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. ഇപ്പം ചില കല, ഇപ്പോൾ ഒപ്പന മറ്റുള്ളവർ കളിക്കുന്നില്ലല്ലോ. തിരുവാതിര മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെ കളിക്കാറുണ്ടോ? മാർഗം കളി ഇപ്പുറത്തില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും, സകല കാര്യത്തിലും, വസ്ത്രധാരണത്തിൽ, പേരിൽ ഇടത്തോട്ട് മുണ്ടെടുക്കും മമ്മൂട്ടിയൊക്കെ, ചില മറ്റൊരു മോഹൻലാൽ വലത്തോട്ട് മുണ്ടെടുക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും സുന്നത്ത് കല്യാണമുണ്ട്, മാമോദീസ മുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യത്തിലും ചിട്ടകളുള്ളത് കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും.